Hey designers, welcome back to yet another episode of Design with Bijwal. ഒരു ലോഗോയ്ക്ക് എത്ര രൂപ ചാർജ് ചെയ്യണം? ഒരു പോസ്റ്റർ ആണെങ്കിൽ ആ പോസ്റ്ററിന് എത്ര രൂപ വാങ്ങിക്കണം? ഇതൊക്കെ നമ്മുടെ ഗ്രൂപ്പിലും എൻ്റെ DM-ലും ഒക്കെ സ്ഥിരമായിട്ട് വരുന്ന ചോദ്യങ്ങളാണ്. എല്ലാവർക്കും കൺഫ്യൂഷൻ ഉള്ള ചില ചോദ്യങ്ങളാണ്. നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഉറപ്പായിട്ടും ഒരു ക്ലയന്റിൽ നിന്ന് എത്ര രൂപ ചാർജ് ചെയ്യണം എന്നുള്ളത് വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് 3 ways to charge a client in creative design എന്നുള്ളതാണ്. സോ ഒട്ടും വൈകിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മളുടെ ക്രിയേറ്റീവ് ഡിസൈനിലെ ഏറ്റവും വലിയൊരു ചാലഞ്ചാണ് ഈ പറയുന്ന ക്ലയൻസിന് ചാർജ് ചെയ്യുക എന്ന് പറയുന്നത്. ഓരോ ക്ലയൻസിനും എത്ര രൂപ വെച്ച് ചാർജ് ചെയ്യണം, എങ്ങനെയാണ് ചാർജ് ചെയ്യുക എന്നുള്ളത് സ്ഥിരമായിട്ട് ആളുകൾക്കുള്ള ഒരു സംശയമാണ്. നിങ്ങളൊരു ഡിസൈൻ ബിസിനസ് നടത്തുകയാണ് അല്ലെങ്കിൽ ഫ്രീലാൻസർ ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിലൊക്കെ ഈ പ്രശ്നം നല്ല രീതിയിൽ ഉണ്ടാവും എന്നുള്ളതാണ്. നോർമലി ക്ലയൻറ്റിന് ചാർജ് ചെയ്യാനുള്ള 3 മെത്തേഡ്സ് ആണ്. ഈ 3 മെത്തേഡ്സ് എന്ന് പറയുന്നത് വേൾഡ് മുഴുവനായിട്ടും പ്രോ ആയിട്ടുള്ള എല്ലാ ഡിസൈനേഴ്സും യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ്. അപ്പോൾ ഈ മെത്തേഡ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് ചൂസ് ചെയ്യാം. ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ കൺവീനിയൻസും അതിൽ പറയുന്ന ബാക്കി ഫാക്ടേഴ്സും ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഏത് ചൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. സോ ഈ 3 എണ്ണവും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അവർലി റേറ്റ് ആണ്. ആ പേരിൽ തന്നെ ഉണ്ട് അവർലി റേറ്റ്. മണിക്കൂറിനാണ് നിങ്ങൾ ചാർജ് വാങ്ങിക്കുന്നത്. സോ ഈ ഒരു അവർലി റേറ്റ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഉപകാരപ്പെടും ഒരു പ്രോജക്റ്റിൽ നിന്ന് വേറെ ഒരു പ്രോജക്റ്റിലേക്ക് മാറി മാറി വർക്ക് ചെയ്യുന്ന ആളുകൾ. വളരെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം മാത്രം ഒരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്നു, അതിനുശേഷം വേറൊരു പ്രോജക്റ്റിലേക്ക് പോകുന്നു. അങ്ങനെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ പറയുന്ന അവർലി റേറ്റ് എന്ന് പറയുന്നത്. നോർമലി നമ്മളിൽ മിക്ക ആളുകളും പ്രോജക്റ്റ് വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കും. ഒരു പ്രോജക്റ്റിൽ തന്നെ ഒരുപാട് കാലം ലോങ് കോൺട്രാക്റ്റ് ഒന്നും എടുത്ത് വർക്ക് ചെയ്യുന്നവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ അവർലി റേറ്റ് നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഇതനുസരിച്ച് നിങ്ങൾ പേയ്മെൻറ്റ് വാങ്ങിക്കുന്നതിന് മുമ്പ് വേറെ കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര മണിക്കൂറാണ് ഒരു വർക്കിൽ ഇരിക്കുന്ന ഒരു പ്രോജക്റ്റിൽ ഇരിക്കുന്നത് എന്നനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഇതിന് പേയ്മെൻറ്റ് വാങ്ങിക്കാനായിട്ട് പറ്റുക. സോ എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുക? അത് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം നിങ്ങളുടെ അവർലി റേറ്റ്സ് അറിയണം. ഒരു മണിക്കൂറിന് എത്ര രൂപ വാങ്ങിക്കാം എന്നുള്ളത് നിങ്ങൾക്ക് അറിയണം. സോ ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വേറെ കുറേ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. എന്താണെന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആദ്യം നിങ്ങൾക്ക് അറിയേണ്ടത് ഒരു വർഷത്തിൽ, ഇപ്പം 2023 എന്ന് പറയുന്ന വർഷത്തിൽ നിങ്ങൾക്ക് എത്ര രൂപ എൻഡ് ആവുമ്പോൾ ആനുവലി എത്ര രൂപ നിങ്ങൾക്ക് സമ്പാദിക്കണം, എത്രയാണ് നിങ്ങളുടെ ഏർണിംഗ് ഗോൾ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. എൻഡ് ആവുന്ന സമയത്ത് 2023 എനിക്ക് 2 ലക്ഷം രൂപ സമ്പാദിക്കണമെന്ന് വിചാരിക്കുക. എനിക്ക് ഒരു വീക്കിൽ ഒരാഴ്ചയിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 35 മണിക്കൂറാണ്. അതായത് ഒരു ദിവസം എനിക്ക് ആകെ 5 മണിക്കൂറേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം 5, 7 എന്ന് പറയുന്ന സമയത്ത് 35. അപ്പോൾ ഒരാഴ്ചയിൽ എനിക്ക് 35 മണിക്കൂറാണ് വർക്ക് ചെയ്യാൻ പറ്റുക. എനിക്ക് എത്ര ആഴ്ച വർക്ക് ചെയ്യാൻ പറ്റും? ഒരു വർഷത്തിൽ ആകെ ഉള്ളത് 48 ആഴ്ചയാണ്. ഓക്കെ, ഈ 48 ആഴ്ചയിൽ ഞാൻ വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് 30 ആഴ്ചയാണ്. ഓക്കെ, എനിക്ക് 35 മണിക്കൂറാണ് ഒരാഴ്ചയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് ആകെ വർക്ക് ചെയ്യാൻ പറ്റുന്നത് 30 ആഴ്ചയാണ്. അപ്പോൾ 35 × 30 എന്ന് പറയുന്ന സമയത്ത് വരുന്നത് 1050 മണിക്കൂർ ഒരു വർഷത്തിൽ മൊത്തം നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതാണ് നിങ്ങളുടെ ഗോൾ. മൊത്തത്തിൽ 1050 മണിക്കൂർ മാത്രമേ നിങ്ങൾക്ക് ഒരു വർഷത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ഗോൾ എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാണ്. അപ്പോൾ ഈ പറയുന്ന 2 ലക്ഷം രൂപയെ നിങ്ങൾ 1050 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് മാറും. ഞാൻ എൻ്റെ ഒരു ഉദാഹരണത്തിൽ ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ഇട്ട വാല്യൂ ആണ്. സോ ഈ പറയുന്ന കാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് 191 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു മണിക്കൂറിന് ചാർജ് ചെയ്യാൻ പറ്റുന്നത് 191 രൂപയാണ്. ഇതെന്ന് പറയുന്നത് ചെറിയൊരു എമൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അവർലി റേറ്റിന് കുറേ ഡീമെറിറ്റ്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ ഡീമെറിറ്റ് ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ പേയ്മെൻറ്റ് വരുന്നുള്ളതാണ്. നിങ്ങളൊരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ പ്രോജക്റ്റ് ഇപ്പോൾ ഒരു പോസ്റ്റാണ്. ആ പോസ്റ്റ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് വെറും 2 മണിക്കൂർ മതി. 2 മണിക്കൂർ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആകെ കിട്ടുക എന്ന് പറയുന്നത് 190 × 2 ആണ്. അതെന്ന് പറയുന്നത് വളരെ കുറഞ്ഞിട്ടുള്ള ഒരു എമൗണ്ട് ആണ്. പക്ഷെ നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളായത് കൊണ്ടാണ് നിങ്ങൾക്ക് അത് 2 മണിക്കൂറിൽ ചെയ്യാൻ പറ്റും. ഒരു ബിഗിനർ ആയിട്ടുള്ള ആണെങ്കിൽ 4, 5, 6 മണിക്കൂറൊക്കെ വേണ്ടി വരും. അപ്പം അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് അത് ഏകദേശം ഒരു ഫെയർ ആയിട്ടുള്ള ഒരു വാല്യൂ ആയിട്ട് മാറും എന്നുള്ളതാണ്. അപ്പം ഇവിടെ അവർലി റേറ്റ് നിങ്ങൾ പറയുന്ന സമയത്ത് ഒരു കൺസിഡറബിൾ ഒരു മണിക്കൂർ നിങ്ങൾ പറയണം എന്നുള്ളതാണ്. ഇപ്പൊ 2 മണിക്കൂർ നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് ഒരു പക്ഷേ 2 മണിക്കൂറിൽ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ പ്രൈസ് നിങ്ങൾക്ക് ഏകദേശം ഓക്കെ ആവുന്ന ഒരു പ്രൈസ് നോക്കി അത്രയും മണിക്കൂർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ പറയാനായിട്ട്. ഇവിടെ വേറൊരു കാര്യം, നിങ്ങളുടെ ഭാഗത്തു നിന്ന് വരാനുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവർലി റേറ്റ് ആണല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മണിക്കൂർ അങ്ങ് കൂട്ടിയിടും. 10 മണിക്കൂർ 15 മണിക്കൂർ എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. അത് നമ്മുടെ എത്തിക്സിന് ഒട്ടും പറ്റാത്തൊരു കാര്യമാണ്. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയതുപോലെ നിങ്ങൾ കൂട്ടിയിടരുത്. നമ്മൾ കഴുത്തിറക്കരുത് ആരുടെയും. ഒരു ഫെയർ ആയിട്ടുള്ള എമൗണ്ട് എപ്പോഴും സെറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പം അതിനനുസരിച്ചുള്ള വർക്കിംഗ് അവേഴ്സ് നിങ്ങൾ പറയാനുള്ള അപ്പോൾ ആ വർക്കിംഗ് അവേഴ്സിനുള്ള പേയ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതാണ് അവർലി റേറ്റ് വെച്ച് നിങ്ങൾക്ക് പേയ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു രീതി. അതിനാദ്യം നിങ്ങൾക്ക് അവർലി റേറ്റ് മനസ്സിലാക്കിയിരിക്കണം. അവർലി റേറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു.
നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് റേറ്റ് ആണ്. ഫ്ലാറ്റ് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലാറ്റ് ഡിസ്കൗണ്ട് എന്നൊക്കെ പറയുന്ന പോലെ അത് ഫിക്സ്ഡ് ആണ്, ഓൾറെഡി ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്ന ഒരു പ്രൈസ് ആണ്, അത് മാറില്ല. ആ പ്രൈസ് അവസാനം നമ്മൾ പേ ചെയ്യണം. അപ്പോൾ നമ്മൾ പറയില്ല ഒരു ലോഗോയ്ക്ക് ഇത്ര രൂപയാണ് ഞാൻ ലോഗോയ്ക്ക് വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വർക്ക് കഴിയുന്ന സമയത്ത് അവർ ഇത്രയും രൂപ തരും, ഫിക്സ്ഡ് ആണ്. പക്ഷേ ഈ പറയുന്ന ഫ്ലാറ്റ് റേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇതിന്റെ സ്കോപ്പ്, എന്തൊക്കെയാണ് ഇത് നിങ്ങൾ കൊടുക്കേണ്ടത്, എത്ര ടൈം ആവുമെന്നുള്ളതൊക്കെ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഇപ്പം നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഡെലിവർ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയി അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഫ്ലാറ്റ് റേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങളൊരു ബ്രാൻഡിങ് ചെയ്യാമെന്ന് വിചാരിക്കും, നിങ്ങൾക്ക് ബിസിനസ് കാർഡ് ചെയ്യേണ്ടി വരും, ഒരുപക്ഷെ ലെറ്റർ ഹെഡ് ചെയ്യേണ്ടി വരും, ലോഗോ ചെയ്യേണ്ടി വരും, അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യേണ്ടി, മോക്കപ്സ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഇതെല്ലാം വളരെ ക്ലിയർ ആയിട്ട് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഫ്ലാറ്റ് റേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇടയിൽ വെച്ച് അവരെനിക്ക് ഇന്നത് കൂടുതൽ വേണം, ഇന്നത് കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്ന റേറ്റിൽ വ്യത്യാസം വരും. ഇപ്പോൾ ഫ്ലാറ്റ് റേറ്റ് എന്ന് പറയുന്ന അതിന് അങ്ങനെ ഒരു ഡീമെറിറ്റ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഡീമെറിറ്റിലേക്ക് വരുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഫ്ലാറ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നേരത്തെ പറഞ്ഞിട്ടുള്ള അവർലി റേറ്റിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഫ്ലാറ്റ് റേറ്റ് ഉണ്ടാക്കുന്നത്. എല്ലാ ഡെലിവറബിൾസും ടൈമും ഇതിന്റെ സ്കോപ്പും ഈ പറയുന്ന വർക്കിന്റെ സ്കോപ്പ് എങ്ങനെയാണ് അത് അവർക്ക് ഹെൽപ്ഫുൾ ആവണമെന്നൊക്കെ നോക്കിയിട്ട് മൊത്തത്തിലൊരു എമൗണ്ട് പറയുകയാണ്. ഈ എമൗണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ഫ്ലാറ്റ് റേറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് ആ സെയിം റേറ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഡീമെറിറ്റ് ഫ്ലാറ്റ് റേറ്റിന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ഇവിടുത്തെ ഒരു ഡീമെറിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ക്ലയന്റിനോട് ഒരു എമൗണ്ട് പറയുകയാണ്, പക്ഷേ നിങ്ങൾക്ക് ഇതിന് ശേഷം കുറച്ച് റിവിഷൻസ് ഒക്കെ ആവശ്യം വന്നു, കുറച്ച് വർക്കിന്റെ ടൈം പീരീഡ് കൂടിപ്പോയി, കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു എന്നൊക്കെ പറയുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആ റേറ്റ് കൂട്ടാൻ പറ്റില്ല. അങ്ങനെ കൂട്ടി കഴിഞ്ഞാൽ അവർ ചോദിക്കും ഇത്രയും റേറ്റ് ഓക്കെ പറഞ്ഞിട്ടാണല്ലോ നമ്മൾ ചെയ്തതെന്ന് ഒരു പ്രശ്നം വരും. അപ്പം അവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾ പറയണം ഇത്രയും സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ വേറെയുള്ള റിവിഷൻസിനൊക്കെ ഞങ്ങൾ കൂടുതൽ പേയ്മെന്റ് വാങ്ങിക്കുമെന്നുള്ളത് നിങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് റേറ്റിൽ നിങ്ങൾ പെട്ടുപോകും. ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് വളരെ പ്രോ ആയിട്ടുള്ള വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഡിസൈനേഴ്സിന് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മെത്തേഡാണ്. സാധാരണ ബിഗിനേഴ്സ് എന്ന് പറയുന്ന ഫ്ലാറ്റ് റേറ്റിലും അവരുടെ റേറ്റിലും തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷെ അത്രയും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസൈനർ ആണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് വാല്യൂ ബേസ്ഡ് മെത്തേഡ്. ഇവിടെ ബാക്കിയുള്ള രണ്ട് മെത്തേഡ്സ് ഒന്നും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടാണ് നമ്മൾ പേയ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരാൾക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കുന്ന ആ സാധനം, അതിപ്പോൾ ലോഗോ ആയിക്കോട്ടെ, പോസ്റ്റർ ആയിക്കോട്ടെ, ബിസിനസ് കാർഡ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അത് അവർക്ക് എങ്ങനെയാണ് വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളൊരു പേയ്മെന്റ് ഇടാം. അവർക്ക് എന്ത് ചേഞ്ച് ആണ് അത് വരുത്തുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നിങ്ങൾ പേയ്മെന്റ് ചെയ്യുന്നത്. ഒരു ലോഗോ എന്ന് പറയുന്നത് ഒരു കമ്പനിക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, ആ കമ്പനി ഭാവിയിൽ എത്രത്തോളം വളരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഓൾറെഡി നമ്മൾ അതിനെ വാല്യൂ ചെയ്യുന്നു. ഇപ്പോൾ ഒരു അത്യാവശ്യം നല്ലൊരു കമ്പനി, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കമ്പനി അവരുടെ ലോഗോ റിനോവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ആ ലോഗോ അവരുടെ എത്രമാത്രം റീച്ച് കൊണ്ടുവരും, അവർ എത്രമാത്രം സ്ഥലങ്ങളിൽ എത്തിക്കും, അവർക്ക് എത്രമാത്രം ബെനിഫിറ്റ് ഉണ്ടാക്കും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ചാർജ് ചെയ്യുന്ന രീതിയാണ് വാല്യൂ ബേസ്ഡ്. ആൻഡ് ഈ വാല്യൂ ബേസ്ഡ് എന്ന് പറയുന്ന പേയ്മെന്റ് നേരത്തെ പറഞ്ഞിട്ടുള്ള HR-നെയും FR-നെയും ഒക്കെ വളരെ കൂടുതലായിരിക്കും. വളരെ കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കൺസിഡറബിളി നല്ല രീതിയിൽ കൂടുതലായിരിക്കും എന്നുള്ളതാണ്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്ലയന്റുകളും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡിസൈനേഴ്സും പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു മെത്തേഡ് തന്നെയാണ്. ഞാനൊരു സിമ്പിൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ആമസോൺ നിങ്ങളുടെ അടുത്ത് ഒരു പ്രൊഡക്റ്റിന്റെ ഡിസൈനുമായിട്ട് വരികയാണ്. നമ്മൾ സാധാരണ ഒരു പ്രൊഡക്റ്റ് ഡിസൈനർ ആണെങ്കിൽ നമ്മൾ സാധാരണ ഒരു ലോക്കൽ ആയിട്ടുള്ള ക്ലയന്റിന് ചെയ്ത് കൊടുക്കുന്ന എമൗണ്ടിൽ നമ്മൾ ആമസോണിന് ചെയ്യും ഇല്ല, നമ്മൾ വലിയൊരു എമൗണ്ട് ആയിരിക്കും പറയാം. അവർ തരുന്നതും ഒരു വലിയ എമൗണ്ട് ആയിരിക്കും. കാര്യം അത് വാല്യൂ ബേസ്ഡ് ആണ്. അവർക്കറിയാം എത്രമാത്രം വാല്യൂ അവർക്ക് ഈ പറയുന്ന ലോഗോ ഉണ്ടാക്കും എന്നുള്ളത് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. സോ അതിനനുസരിച്ചായിരിക്കും അവർ പേയ്മെന്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. നമ്മൾ അങ്ങനെയാണ് വാങ്ങിക്കേണ്ടത്. വലിയ വലിയ ക്ലയൻസിന് ആയിട്ട് വർക്ക് ചെയ്യുന്ന വലിയ ക്ലയൻസുമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് ഈ പറയുന്ന ഒരു വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള പേയ്മെന്റ് നമ്മൾ വാങ്ങിക്കുക. ഈ പറയുന്ന വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു റേറ്റ് എന്ന് പറയുന്നത്, പേയ്മെന്റ് റേറ്റ് എന്ന് പറയുന്നത് നോർമലി നമുക്ക് ടൈം ഒന്നും കറക്റ്റ് ആയിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഒരുപാട് ലോങ് ടേം ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആണ്. ആ പ്രോജക്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ക്ലിയർ ആയിട്ട് നമുക്ക് അറിയില്ല എന്തൊക്കെ കാര്യങ്ങളാണ് ഡെലിവർ ചെയ്യേണ്ടത്, നമുക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. അത് എൻഡിൽ അവർ പേയ്മെന്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു കോൺട്രാക്ട് ബേസിൽ വർക്ക് ചെയ്യാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ളൊരു സിസ്റ്റം കൊണ്ടുവരാവുന്നതാണ്. കാര്യം അവസാനം വരുന്ന സമയത്ത് നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ഏകദേശം ഒരു വാല്യൂ, അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ പേയ്മെന്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നതിനെയാണ് വാല്യൂ ബേസ്ഡ് എന്ന് പറയാം. പക്ഷേ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോ ഡിസൈനേഴ്സിന് മാത്രം ഉപയോഗിക്കാൻ പറ്റിയുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഒരിക്കലും ബിഗിനറോ ഇന്റർമീഡിയറ്റോ ആയിട്ടുള്ള ഡിസൈനർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും പേയ്മെന്റ് ഒരിക്കലും കിട്ടില്ല. നിങ്ങൾക്ക് ഈ പറഞ്ഞ വാല്യൂ ബേസിൽ അത്രയും പേയ്മെന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ബി മച്ച് സ്കിൽഡ്. അപ്പോൾ അത് ഒരു ഡിമെറിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ബാക്കി രണ്ട് കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ നോക്കുക. അതിൽ ഫോക്കസ് ചെയ്ത ശേഷം ഒരു പെർട്ടിക്കുലർ ലെവലിൽ എത്തുന്ന സമയത്ത് വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ചാർജിങ് ചെയ്യാനായിട്ട് നോക്കുക. സോ ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള 3 മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇനി ക്ലയന്റിനെ ചാർജ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും വരുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നതാണ് അണ്ടർ ചാർജിങ്. ഈ അണ്ടർ ചാർജിങ് എന്ന് പറയുന്നത് വില വളരെ കുറച്ച് ചാർജ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിന് കാരണങ്ങൾ എന്താണ്? ആദ്യത്തെ കാരണം ഞാൻ പറയാം, ക്ലയന്റ് ലോസ് ആവുന്നുള്ള പേടി. നമുക്ക് ക്ലയന്റിനെ കിട്ടില്ല,
ക്ലയൻറ്റ് ലോസ് ആവും എന്നുള്ള പേടി. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഒരിക്കലും നിങ്ങളുടെ പേയ്മെൻറ്റ് കൂട്ടാൻ പറ്റില്ല. ഒരു പെർട്ടിക്കുലർ ലെവൽ വരെ നിങ്ങൾക്ക് കൂട്ടാൻ പറ്റും. കൂട്ടിക്കഴിഞ്ഞാൽ ആളുകൾ ചോദിക്കും മുമ്പ് ഇത്രയും പേയ്മെൻറ്റിന് ആയിരുന്നല്ലോ ചെയ്തിട്ടുണ്ടായിരുന്നത്, പിന്നെ എന്താണ് ഇപ്പോൾ കൂട്ടി പറയുന്നതെന്ന് ചോദിക്കും. എനിക്ക് അനുഭവമുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പം അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഭയങ്കര കൺസിഡറബിളി കുറച്ച് ചാർജ് ചെയ്താൽ അത് ബാക്കിയുള്ള ഡിസൈനേഴ്സിനെയും കൂടെ അഫക്റ്റ് ചെയ്യും. ഡിസൈൻ ഫീൽഡിൽ മൊത്തം അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ 200 രൂപയ്ക്ക് ഒരു പോസ്റ്റർ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പലരും ചെയ്യുന്ന ആളുകളല്ലേ, 200 രൂപയ്ക്ക് നിങ്ങൾ പലരും പോസ്റ്റർ ചെയ്യുന്ന ആളുകളല്ലേ, ആ ഒരു റേറ്റിലായിരിക്കും നമ്മളോട് ബാക്കിയുള്ളവർ വന്ന് പോസ്റ്റർ ചോദിക്കുന്നത്. 200 രൂപ എന്ന് പറഞ്ഞാൽ ഞാൻ ഓപ്പണായിട്ട് പറയാൻ ഭയങ്കര ചെറിയ എമൗണ്ട് ആണ്. അങ്ങനെയൊന്നും നിങ്ങൾ പോസ്റ്റർ ചെയ്ത് കൊടുക്കരുത്. പക്ഷേ നിങ്ങൾക്ക് ഒട്ടും സ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ 200 രൂപയ്ക്ക് നിങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് ഞാൻ സമ്മതിച്ചു, ഓക്കെയാണ്. പക്ഷേ നിങ്ങൾക്ക് സ്കിൽ ഉണ്ടായിട്ടും അത്യാവശ്യം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും അത്യാവശ്യം ക്രിയേറ്റിവിറ്റി ഉണ്ടായിട്ടും നിങ്ങൾ 200 രൂപയ്ക്ക് പോസ്റ്റർ ചാർജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് ബാക്കി ഡിസൈനർ കമ്മ്യൂണിറ്റിയെ മൊത്തം അഫക്റ്റ് ചെയ്യും. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും, ഒരു കടയിൽ വളരെ റേറ്റ് കുറച്ചാണ് അയാൾ സെല് ചെയ്യുന്നുണ്ടെങ്കിൽ മൊത്തം നമ്മളുടെ വ്യവസായ സമിതി മൊത്തമായിട്ട് അവരുടെ അടുത്ത് പോയിട്ട് പറയും അങ്ങനെ ചെയ്യരുത്, അത് ചെയ്യരുത്, എല്ലാവരും ഏകദേശം ഒരു സിമിലർ ആയിട്ടുള്ള എമൗണ്ടിൽ തന്നെ ചെയ്യണമെന്ന് പറയും. ശ്രദ്ധിച്ചിട്ടില്ല നിങ്ങൾ? അങ്ങനെ ഉണ്ട്, അങ്ങനെ കുറച്ച് കൊടുക്കാൻ പാടില്ല എന്നുണ്ട്, ഒരു സർവീസ് ഇത്രയും കുറച്ച് ചെയ്യാൻ പാടില്ല എന്നുണ്ട്. ഇപ്പം നോർമലി നമ്മുടെ ഗ്രാഫിക് ഡിസൈനേഴ്സ് അസോസിയേഷൻ പറഞ്ഞിരിക്കുന്നത് മിനിമം 700 രൂപയെങ്കിലും വാങ്ങിക്കണം എന്നുള്ളതാണ്. പക്ഷേ അത്ര വേണമെന്നൊന്നും ഞാൻ പറയില്ല. എന്നാലും ഒരു കൺസിഡറബിൾ എമൗണ്ട് എങ്കിലും നിങ്ങൾ വാങ്ങിക്കാനായിട്ട് നോക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 400 രൂപയെങ്കിലും നിങ്ങൾ വാങ്ങിക്കാനായിട്ട് നോക്കണം. ഞാൻ അത്ര ഓപ്പൺ ആയിട്ട് പറയണം. കാര്യം അത് ബാക്കിയുള്ള എല്ലാ ഡിസൈനേഴ്സിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. പലരും എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാറുണ്ട്, ഞാൻ ഇന്ന ആളുടെ ചെയ്തപ്പോൾ ഇത്ര രൂപയായിരുന്നു, എന്താണ് ഇത്രയും പേയ്മെൻറ്റ് പറയുന്നതെന്ന് ചോദിക്കാറുണ്ട്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഈ പറയുന്ന ഗ്രാഫിക് ഡിസൈൻ ഫീൽഡിന് എന്ത് ചെയ്തു, താഴ്ത്തി കൊണ്ടുവന്നു. നമ്മൾ തന്നെ അണ്ടർ വാല്യൂ ചെയ്യാണ് നമ്മുടെ സ്കില്ലിനെ. നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കും, നിങ്ങൾക്ക് ഇത്രയും സ്കിൽ ഉണ്ടായിട്ടും ഇത്രയും എക്സ്പെർട്ടീസ് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഗ്രാഫിക് ഡിസൈൻ എന്ന് പറയുന്ന ഫീൽഡ് പുരോഗമിക്കാത്ത? അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മളെ ആളുകൾക്ക് പുല്ല് വിലയാണ് ഗ്രാഫിക് ഡിസൈനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചുമ്മാ എന്താ പറയുക പോസ്റ്ററും ഫ്ലെക്സും അടിക്കുന്ന ആളുകളല്ലേ എന്ന് ചോദിക്കുന്ന ഒരു ലെവലിലേക്ക് ഗ്രാഫിക് ഡിസൈനെ കൊണ്ടുവന്നത് നമ്മൾ തന്നെയാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്ക്, നമ്മൾ തന്നെയാണ് എന്താ പറയുക പേയ്മെൻറ്റ് കുറച്ച് കൊടുക്കുന്നത്. അവർ കുറയ്ക്കണം എന്ന് പറയുന്ന സമയത്ത് കുറയ്ക്കില്ല എന്ന് പറയുന്ന സമയത്ത് അവർ പോകുമ്പോൾ വേണ്ടതായിട്ട് ഞങ്ങൾ ചെയ്തുതരാം, ഇത്രയും കുറഞ്ഞ് ചെയ്തുതരാം നമ്മൾ പറയുമ്പോൾ അവർക്ക് തന്നെ നമ്മളെ വിലയില്ലാണ്ടാവുകയാണ്. പക്ഷെ നമ്മൾ ആ സ്റ്റാൻഡിൽ നമ്മൾ ഓരോരുത്തരും ആ പറയുന്ന സ്റ്റാൻഡിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ പേ റേസ് ആവും. എല്ലാവരും ഒരേപോലെയാണ് പറയുന്നതെങ്കിൽ അവർക്ക് ആരുടെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. സോ പേ റേസ് ആവും. നമ്മളെല്ലാവരും കൂടെ വിചാരിച്ചാൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്, അല്ലാതെ ഒരാൾ പേ കൂട്ടണം എന്ന് വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമല്ല. സോ ഈ കാര്യം എല്ലാ ഡിസൈനേഴ്സും ദയവ് ഇതൊന്ന് മനസ്സിലാക്കുക. ഇനിയെങ്കിലും പേയ്മെൻറ്റ് വാങ്ങിക്കുമ്പോൾ കുറച്ചൊന്ന് കൂട്ടി ചോദിക്കുക. ഈ പറയുന്ന ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് നിങ്ങൾ നല്ല രീതിയിൽ മാർക്കറ്റ് റിസർച്ച് നടത്തുക. നിങ്ങളുടെ കൂടെയുള്ള ഡിസൈനേഴ്സ് ഉണ്ടെങ്കിൽ അവർ എത്ര രൂപയാണ് ചാർജ് ചെയ്യുന്നത് എന്നുള്ളത് ചോദിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, അവർ പറഞ്ഞു തരും. അപ്പം എത്രയാണെന്നുള്ളത് ചോദിക്കുക, ഇങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അല്ലാതെ നിങ്ങൾക്ക് തോന്നിയൊരു വിലയിട്ട് കംപ്ലീറ്റ്ലി കുറച്ച് കാണിക്കുക എന്നുള്ളതല്ല. അതുപോലെ തന്നെ ഒരുപാട് കൂട്ടി വാങ്ങാനും നോക്കരുത്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു, കഴുത്തിറക്കാൻ നോക്കരുത്. നിങ്ങൾക്ക് സ്കിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു പെർട്ടിക്കുലർ എമൗണ്ടിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകരുത്. ആ ക്ലയൻറ്റിൻ്റെ ബഡ്ജറ്റും കൂടെ നമ്മൾ നോക്കണ്ടേ. അപ്പോൾ ആ കാര്യം കൂടെ ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പോൾ ബിഗിനർ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയുന്നത്, നിങ്ങൾ പേയ്മെൻറ്റ് കുറച്ച് വാങ്ങിച്ചോ, പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് അങ്ങോട്ട് കുറയ്ക്കരുത്. നിങ്ങൾക്ക് ക്ലയൻറ്റുകളെ ബിഗിനർ ആയിരിക്കുന്ന സമയത്ത് ക്ലയൻറ്റുകളെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും എനിക്കറിയാം. സോ കിട്ടുന്ന ക്ലയൻസിന് വർക്ക് നിങ്ങൾ ചെയ്ത് കൊടുക്കും. പക്ഷേ അപ്പോഴും ഭയങ്കരമായിട്ട് കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഭയങ്കരമായിട്ട് കുറയും എന്നുള്ളതാണ്. സോ അത് ശ്രദ്ധിക്കുക. ആൻഡ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, തുടക്കത്തിൽ കുറച്ച് സ്ട്രഗ്ലിംഗ് ഒക്കെ ഉണ്ടാവും, പക്ഷേ എല്ലാം ശരിയാവും. നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ, കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും വർക്ക് കിട്ടും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വീണ്ടും എംഫസൈസ് ചെയ്ത് പറയുകയാണ്, ക്ലയൻറ്റ് ബഡ്ജറ്റ്. ഈ പറയുന്ന ക്ലയൻറ്റ് ബഡ്ജറ്റ് നിങ്ങൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കണം. ഒരു ക്ലയൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾ അവരുടെ അടുത്ത് ചോദിക്കണം, എത്രയാണ് നിങ്ങളുടെ ബഡ്ജറ്റ്, ഏകദേശം എത്ര രൂപ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവരിങ്ങോട്ട് ചോദിക്കും, ബ്രോൻ്റെ പേയ്മെൻറ്റ് പറ എത്രയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേയ്മെൻറ്റ് പറ എത്രയാണെന്ന് പറയും. പക്ഷേ നമ്മൾ ഒരിക്കലും നമ്മുടെ പേയ്മെൻറ്റ് പറയരുത്. നമ്മൾ അവരുടെ അടുത്ത് ചോദിച്ച് അവരുടെ ബഡ്ജറ്റ് എത്രയാണെന്ന് നമ്മൾ അറിയാൻ ശ്രമിക്കണം. ചിലപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പേയ്മെൻറ്റിനേക്കാൾ കുറഞ്ഞാൽ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റും, പിന്നെ നമുക്കത് കൂട്ടാൻ പറ്റില്ല. അതൊരു ട്രിക്കാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം അവരുടെ പേയ്മെൻറ്റ് എങ്ങനെയെങ്കിലുമൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. അതാണ് ആദ്യത്തെ കാര്യം. ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ടീസ് ചെയ്യേണ്ടത്, ഒരു ക്ലയൻറ്റിൻ്റെ ബഡ്ജറ്റ് അറിഞ്ഞ ശേഷം മാത്രം നിങ്ങൾ ട്രയൽ ആണെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇല്ലെങ്കിൽ പലപ്പോഴും ട്രയൽ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കാണിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് പറയുമ്പോഴേക്കും അവരുടെ അയ്യോ ബ്രോ ഇത്രയും കൂടുതലാണ്, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, അതുകൊണ്ട് വർക്ക് ചെയ്യേണ്ട, ഞാൻ വേറെ ആരുടെടുത്തെങ്കിലും ചെയ്യാമെന്ന് പറയും. നമുക്ക് ഭയങ്കരമായിട്ട് ഇൻസൾട്ടിങ് ആയിട്ടുള്ളൊരു ഫീലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ഏകദേശം അവർക്ക് എത്ര സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ആ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തീരെ കുറവാണെന്നുണ്ടെങ്കിൽ ട്രയൽ പോലും ചെയ്യേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് ഇത്രയും പേയ്മെൻറ്റിൽ ചെയ്യാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ഞങ്ങൾ വർക്ക് ചെയ്യാറില്ല എന്ന് പറയാം. വെറുതെ നിങ്ങളുടെ സമയം മെനക്കെടുത്താതിരിക്കും. എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഈ വളരെ റീസെൻ്റ് ആയിട്ട് ഒരു ആളിൻ്റെ അടുത്ത് ഇതേപോലെ കോൺടാക്ട് ചെയ്തു. ശേഷം എങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ ഓക്കെ ട്രയൽ കാണിച്ചു തരാം. ട്രയൽ കാണിച്ചു കഴിഞ്ഞ് ഞാൻ പേയ്മെൻറ്റ് പറഞ്ഞപ്പോഴാണ് അയാൾ പറയുന്നത് ഇത് ഭയങ്കര കൂടുതലാണ്, ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ ആലോചിച്ചു എൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, വെറുതെ ഞാൻ ഓക്കെ കുറച്ച് കൂടുതൽ ആയിട്ടുള്ളൊരു ബൾക്കി ആയിട്ടുള്ളൊരു വർക്കായിരുന്നു, അപ്പം ഒന്ന് കാണിച്ചു കൊടുക്കാമെന്നുള്ള രീതിയിൽ ചെയ്തതാണ്. പക്ഷേ അതുകൊണ്ട് കാര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാക്സിമം ഒഴിവാക്കുക. നിങ്ങൾ ബഡ്ജറ്റ് മനസ്സിലാക്കിയിട്ട് തന്നെ
ട്രയൽ വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ ഒരിക്കലും ലോ ക്വാളിറ്റി വർക്കിന് ഹൈ പേയ്മെൻറ്റ് ചാർജ് ചെയ്ത് പലരും പല ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ ഗ്രൂപ്പിൽ തന്നെ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല, പക്ഷേ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ സ്കില്ല് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും എന്താ പറയുക ഒരു പെർട്ടിക്കുലർ എമൗണ്ടിന് മുകളിൽ നിങ്ങൾ പറയരുത്. കാര്യം നിങ്ങൾ ആയിട്ടില്ല, അത്രയും പറയാനായിട്ടില്ല എന്ന് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് അറിയാം. പക്ഷേ പേയ്മെൻറ്റ് തരും എന്ന് ആളുകൾ തരും എന്ന് പറഞ്ഞിട്ട് അത് പറയരുത്, അത് മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഒരുപാടുണ്ട് എന്നിട്ട് നിങ്ങൾ വർക്കിന് പേയ്മെൻറ്റ് കുറച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇതാണ് ക്ലയൻറ്റിന് ചാർജ് ചെയ്യാനുള്ള 3 വഴികൾ എന്ന് പറയുന്നത്. സോ ഈ 3 വഴികൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് ചൂസ് ചെയ്യാം ഏത് വേണമെന്നുള്ളത്, എന്നിട്ട് ക്ലയൻറ്റിനെ ചാർജ് ചെയ്യാം എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ഒക്കെ അടിക്കുക, ആവശ്യമുള്ള ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരും ദിസ് ഇസ് ബൈ ഫ്രം മീ, ഡിസൈൻ വിത്ത് ബിജ്വൽ.